പോലീസിലെ തെറ്റായ പ്രവണതകൾ സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രി. കേരള പോലീസ് രാജ്യത്തെ മികച്ച സേന. UDF ഭരണകാലത്തെ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി. പോലീസ് രക്തക്കളമാക്കി മാറിയത് UDF ഭരണകാലത്ത്. കുന്നംകുളത്തെ പോലീസുകാർക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹം. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഉപകരണക്ഷാമമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പണം വാങ്ങി ചികിത്സ നൽകിയെന്ന അന്വേഷണ സമിതി കണ്ടെത്തി. ഇത് സർക്കാർ നയത്തിനെതിരെന്ന് വീണ ജോർജ് നിയമസഭയിൽ. സ്കീമുകളിൽ ഉൾപ്പെടുന്ന രോഗികൾക്ക് സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ്. ആരോഗ്യവകുപ്പിന് കപ്പിത്താനുണ്ടോ എന്ന പ്രതിപക്ഷം. ആശുപത്രികളിൽ പഞ്ഞി വരെ വാങ്ങി നൽകേണ്ട ഗതികേടെന്ന VD സതീശൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സാർ, ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആനമണ്ടത്തിലാണ്. പാലിയേക്കരയിലെ ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടി. ടോൾ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകിയില്ല. നിരോധനം തുടരും. യാത്രക്കാരുടെ ദുരിതം തീർന്നിട്ടില്ലെന്ന ഹൈക്കോടതി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 640 രൂപ വർദ്ധിച്ച് 82,080 രൂപയായി. വർധനവിന് കാരണം US ഫെഡറൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച CPIM ജില്ലാ സെക്രട്ടറി. തൃശൂർ ജില്ലാ സെക്രട്ടറി മദ്യപാന സംഘത്തിൽ ഉൾപ്പെടെ ആളായിരുന്ന സുജിത്തിനെ KV അബ്ദുൽ ഖാദർ. സുജിത്ത് 11 കേസുകളിലെ പ്രതിയെന്നും CPM ജില്ലാ സെക്രട്ടറി. അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. 11 കേസിലെ പ്രതിയാണ് ഇയാൾ. 11 കേസിലെ പ്രതിയാണ്. താൻ മദ്യപിക്കാത്ത ആളാണെന്നും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന വാദം കള്ളമാണെന്നും സുജിത്ത്. ഖത്തറിനെ ഇനി ഇസ്രയേൽ ആക്രമിക്കില്ല എന്ന ഡൊണാൾഡ് ട്രംപ്. നെതന്യാഹു ഉറപ്പു നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ്. പ്രതികരണം അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് പിന്നാലെ. പുലിഭീതി ഒഴിയാതെ മലപ്പുറം മണ്ണാൻപാറ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെത്തി. വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പെരിന്തൽമണ്ണയിൽ റോഡ് ഉപരോധിച്ചു. വനം വകുപ്പ് നീതി പാലിക്കുക. മനുഷ്യർക്ക് വില കൽപ്പിക്കുക.